മദ്യപിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട്. ചിലർ ആഘോഷങ്ങൾക്കും സന്തോഷമുള്ളപ്പോഴും കള്ളു കുടിക്കും. മറ്റു ചിലരാകട്ടെ സങ്കടവും വിഷമവും മാറ്റാനാണ് രണ്ട് സ്മോൾ അടിക്കുന്നത്. എന്നാൽ മദ്യപാനികൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കൊപ്പം പരമാവധി മദ്യപിക്കാതിരിക്കുക. കാരണം നമ്മുടെ നാട്ടിലെ പല അക്രമ സംഭവങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണം മദ്യവും ലഹരിയുമാണ്. തൃശൂർ ചാലക്കുടിയിൽ അയൽവാസികളായ 3 പേർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോഴുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിലാണ് കലാശിച്ചത്. ചാലക്കുടി കൊരട്ടി സ്വദേശി സുധാകരനാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അയൽവാസികളും സുഹൃത്തുക്കളുമായ ശശിയും സുധാകരനും രാജപ്പനും പല ദിവസങ്ങളിലും പണി കഴിഞ്ഞ് വൈകിട്ട് എല്ലാ ദിവസവും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന ശീലമുണ്ട്. ചിലപ്പോഴൊക്കെ മദ്യപാനത്തിനിടെ വാക്കുതർക്കവും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാജപ്പന്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുമ്പോഴുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് സംഭവം. മദ്യം വാങ്ങി വന്ന ശേഷം 3 പേരും സുധാകരനോട് ഭക്ഷണം പാചകം ചെയ്തതിനെ പറ്റി തർക്കമായി. സുധാകരൻ പച്ചമുളകും ഇഞ്ചിയും അരിയുന്നതിനുള്ള കത്തിയുമായി രാജപ്പന്റെ വീട്ടിലെത്തി. 3 പേരും ചേർന്ന് കുറച്ച് മദ്യം കഴിച്ചു. പിന്നെയും മദ്യം കുടിക്കുന്നതിനുള്ള നീക്കം കണ്ടതോടെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതിനെ ചൊല്ലി തർക്കമുണ്ടാവുകയായിരുന്നു. തുടർന്നാണ് കത്തിക്കുത്തുണ്ടായത്. സുധാകരനെ തർക്കത്തിനിടെ ശശി കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. രാജപ്പന്റെ വീടിന് മുന്നിൽ ചോര വാർന്ന് മരിച്ച നിലയിലാണ് സുധാകരന്റെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ ശശിയും രാജപ്പനും ഒളിവിൽ പോയി. പിന്നീട് രാജപ്പന്റെ മകൻ തിരികെ വന്നപ്പോഴാണ് ചോര വാർന്ന് മരിച്ച നിലയിൽ സുധാകരനെ കണ്ടെത്തിയത്. കേസിൽ ശശിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 തൃശൂർ.